നമസ്കാരം. നമ്മളിപ്പോൾ BSNLൻ്റെ FTTHൻ്റെ ബിൽ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മൊബൈലിലെ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ മുകളിലൊരു 4 വരിയുണ്ട്, താഴത്തെ 4 വരിയിൽ മൂന്നാമത്തെ പേ ബിൽസ്, ഈ ഒരു ഭാഗത്ത് ആ പേ ബിൽസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പേ ബിൽസിൻ്റെ അകത്ത് താഴെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ വരിയിൽ രണ്ടാമത്തെ ബ്രോഡ്ബാൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി സെർച്ച് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മളിവിടെ BSNL എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഇൻഡിവിജ്വലായിട്ടുള്ളതുണ്ട്. ഈ ഇൻഡിവിജ്വലാണ് നമ്മൾ എടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളപ്പോൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യണം. അവിടെ നമ്മൾ STD കോഡ്, ഇപ്പോൾ തൃശ്ശൂരത്തെ STD കോഡ് 0487, അതിൽ 0 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കോഡും ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ കൊടുക്കുകയാണ് 487, പിന്നെ ലാൻഡ് ഫോൺ നമ്പർ നമ്മൾ അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ നമുക്കിവിടെ ഓപ്ഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ പേര് വയ്ക്കാം, അതല്ലെങ്കിൽ ഹോം എന്നുള്ള ഓപ്ഷൻ വയ്ക്കാം, ഓഫീസ് ഫോണാണ് ഓഫീസിൽ തന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ പേര് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഓഫീസ് എന്ന് കൊടുക്കാൻ പോണു. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ താഴെയുള്ളത് കൊടുക്കാൻ പോണു. കണ്ടിന്യൂ കൊടുക്കും. താഴെ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ഹോൾഡർ നെയിം, പിന്നെ അതേമാതിരി ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊരു താഴെ ലിങ്ക് എന്നുള്ള ഈ ഓപ്ഷൻ ചോദിക്കും, കറക്റ്റ് അല്ലേ എന്നറിയാം. അപ്പോൾ ലിങ്ക് നമ്മൾ കൊടുക്കുക. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയിൽ നമുക്കിതിൽ പിന്നെ എല്ലാ മാസം ബില്ലിൻ്റെ ഓപ്ഷൻ പേയ്മെൻറ്റ് വന്നത് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി, ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ ഇതിൽ പേ ബിൽസിൽ പോയിട്ട് പേ ബില്ല് കൊടുക്കുക. നമ്മൾ പേ കൊടുക്കുക. ഇതിൽ നമ്മൾ UPI പിൻ നമ്പർ കൊടുക്കുക. ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ അവിടെ ബിൽ പേയ്മെൻറ്റിൻ്റെ കഴിയും. ഓക്കെ, താങ്ക് യു.